പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ 39 വയസ്സ് കല്യാണം കഴിയാത്ത 39 വയസ്സ് നന്നായി ബർത്ത്ഡേ എന്ന് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല 39 ഇത്തിരി ഞാനൊരു കല്യാണം കഴിക്കും ഇന്നൊരു തീരുമാനം ഞാൻ എടുക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ഉണ്ണി ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ഉണ്ണി ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഷുഗറാണ് എന്തായാലും കഴിക്കും ഞാൻ നോക്കാം ഇന്ന് ആരെയും വിളിക്കാൻ ആരെ വിളിക്കണം സുമ ഗിരിജ സുലോചന സുമ കുറച്ചുമായാണ് ഡൈവോഴ്സ് സുമ ഉണ്ണിയേട്ടനാണ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഞാനേ സമയം പ്രശ്നമില്ല 12 മണി ഞാൻ അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇവിടെ വെച്ച് പറയുന്നില്ല ഒരു ദിവസം ഞാൻ പറയുന്നു പറഞ്ഞില്ലേ ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷമാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആവുമല്ലോ അങ്ങനെയാണല്ലോ ഈ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുന്നത് പറഞ്ഞോ പറ സുമ ഫോൺ വെച്ചിട്ട് പോടാ പട്ടി പട്ടി കല്യാണം കഴിക്കത്തോ പട്ടിയാണ് അങ്ങനെ ഈ നാട്ടിൽ പട്ടി മാത്രമേ ഉണ്ടാവില്ല പണമില്ലേ പ്രതാവില്ലേ ജോലിയില്ലേ കൂലിയില്ലേ വേലിയില്ലേ എല്ലാ കുന്തും എനക്കില്ലേ ഒരു പെണ്ണില്ല വേണ്ടാത്തവന് പെണ്ണുണ്ട് കാമുകിയുണ്ട് സകലമാനും ഉണ്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടിരിക്കുന്നു 39 വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് ഒരു കാമുകിയില്ല ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല അറ്റ്ലീസ്റ്റ് ഒരു ഭാര്യ പോലും ഇല്ലാത്തവരായി പോയല്ലോ ഞാൻ എടി കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പഠിപ്പിച്ച എനിക്ക് ഒന്നും മനസ്സിലായില്ല നീ ഒന്ന് പറഞ്ഞു തരൂ എടാ ഇത് ഈസിയാണ് അത്ര മലമറിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതെനിക്കൊന്ന് പറഞ്ഞു തരൂ ഇത്തവണ ഞാൻ പറഞ്ഞുതരാം എന്നാൽ നെക്സ്റ്റ് ടൈം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണോട്ടോ ഉപദേശം നിർത്തിയിട്ടൊന്നും ഞാൻ പറയാം ഫസ്റ്റ് ഈ എക്സ് എടുത്തിട്ട് ഇങ്ങോട്ട് എണ്ണാം അത് കഴിഞ്ഞിട്ട് സാർ എങ്ങനെയാണോ പഠിപ്പിച്ച അതുപോലെ ചെയ്താൽ മതി എക്സിന്റെ വാല്യൂ പക്ഷെ എനിക്ക് അത്രയ്ക്കാണ് മനസ്സിലാവുന്നില്ല ഒന്ന് രണ്ടാളുടെ ചുറ്റിക്കളി അത് പിന്നെ ഒന്നുമില്ല സാർ സത്യം പറ ഉണ്ണി മാഷെടുത്ത് ഒളിപ്പിക്കല്ല മക്കളെ ടി.സി എന്ന് വിടും തൊട് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ ഉണ്ണി മാഷെടുത്ത് സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഓൻ എന്നാ എന്നോട് പറഞ്ഞു സാറ് അവൻ എന്നോട് സ്റ്റാറ്റിസ്റ്റിക്സിന് ഡൗട്ട് ചോദിച്ചേ ഒന്നുമില്ല സാറേ ജസ്റ്റ് വിട്ടോ നീ ഓട് ഐ ലവ് യു പറഞ്ഞിട്ടടാ മാഷേ ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞോ ഉണ്ണി മാഷടുത്ത് കളവ് പറയരുത് എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടാൾ കൂടി എന്താ ചുറ്റിക്കളി പറ സാറേ ഡൗട്ട് ചോദിച്ചാണ് ഡൗട്ടാ ഈടെ നിന്റെ ക്ലാസ് മാഷനോട് ഞാൻ നിനക്ക് എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോ ഓൻ ആരാന്റെ ഡൗട്ട് ചോദിക്കാൻ ഓൻ ആരാ നിന്റത് ഫ്രണ്ട് ഒരു കാര്യം ഞാൻ പറയാം എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കണ്ട ഇത് ഞാൻ കണ്ടുപിടിക്കും നിങ്ങൾ എന്നോട് പറയണ്ട മനസ്സിലായല്ലോ എന്നോട് പറയാൻ നിൽക്കണ്ട ഉണ്ണിമാഷ കണ്ടുപിടിക്കും ഉണ്ണിമാഷ കണ്ടത് അതിന്റെ പല അറിയാലോ ഈസി ഒന്നും കൂട്ടി വിടും പിന്നെ ഇതാ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റില്ല ഒരു രക്ഷിതാവ് പറഞ്ഞാലും ഞാൻ അനുസരിക്കൂല ഉണ്ണിമാഷ വാക്കൊന്ന് പ്രവർത്തിയൊന്ന് ഉണ്ണിമാഷ എന്താ ഉണ്ണിമാഷ ഇതൊരു സ്കൂളല്ലേ മാഷേ ഒരു പുസ്തകത്തിന്റെ മറവെന്നാണ് അവരെ പ്രണയം തുടങ്ങുന്നത് ഞാൻ പറയുമ്പോ ഡൗട്ട് പോലും ഡൗട്ട്
സാറേ അവൻ ഡൗട്ട് ചോദിച്ചാ ഞാനത് ക്ലിയർ ചെയ്ത് അതൊക്കെ ക്ലാസ് പോയി തീർക്ക് ക്ലാസ് പോ ഇങ്ങോട്ട് വന്നേ ഉണ്ണി മാഷേ ഇങ്ങോട്ട് വന്നേ. അതെ ഇത് പഴയ കാലമൊന്നുമല്ല. ഉണ്ണി മാഷിന്റെ മനസ്സ് കൊള്ളൂലാഞ്ഞിട്ടാണ്. അവരൊക്കെ നല്ല സോഷ്യലാണ് പിള്ളേര്. ഞാൻ തെറ്റുകാരനായി അല്ലേ? പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമായി ഒന്നും പറയണ്ട. പ്യാരി സാറ് പറഞ്ഞാ ശരി. ഉണ്ണി മാഷിന്റെ സൂക്കട് വേറെ. ഇതൊക്കെ സമയത്തും കാലത്തും പെണ്ണ് കെട്ടാത്ത അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പിള്ളേര് എവിടെ നിന്ന് വർത്താനം പറയേണ്ടെന്ന് നോക്കി നടക്കുകയാണ്. ക്ലാസ് എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഡൗട്ടാണോ? ക്ലാസ്സിൽ പോയേ അവിടെ ഇവിടെ തൂങ്ങി നിന്നോളൂ. എന്തെന്നാ കുട്ടികളെ സ്റ്റെപ്പിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നത്? അല്ല ബുദ്ധിമുട്ടൊന്നായില്ലല്ലോ? ഇല്ലല്ലേ? കണ്ടിന്യൂ അല്ല നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ അവളെ ബൈക്ക് കയറ്റിയേ? ലച്ചു 2 മിനിറ്റ് പ്ലീസ്, 2 മിനിറ്റ് ഈ പ്രശ്നം തീർത്താണ്. 6 മണി സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കും. ആരായാലും ഇറക്കി പോലും. കൂടാതെ ഇവളിന്റെ ബെസ്റ്റ് ആണെന്ന് നിനക്കറിയാലോ. ഞാൻ നിന്റെ ആരാ? ലവർ. നിനക്ക് സംശയം ഉണ്ടോ? ഞാൻ നിന്റെ അടുത്ത് പറയാറുള്ളൂ എന്നെ ബൈക്കിൽ കൊണ്ടാക്കണമെന്ന്. അപ്പൊ നീ എന്താ പറയണേ? ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ലാന്ന്. ഇപ്പൊ അവളെ വിടുമ്പോ കുഴപ്പമില്ല അല്ലേ? അവളെ വിടുമ്പോ ലൈസൻസ് ഉണ്ടോ? അത് ഈ അടുത്താണെങ്കിൽ ലേണേഴ്സ് കിട്ടിയത്. നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അതും 17-മുക്കാൽ. മതി മതി മതി. നീ വല്ലാണ്ട് കടന്ന് ഉരുളല്ലേ? നീ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ നിന്റെ ബെസ്റ്റ് ആണെന്ന് ഇവർക്ക് അറിയൂലേ? പിന്നെ നീ എന്നെ ബാക്കി കയറ്റി ഇവിടെ നിന്ന് എന്നെ വഴക്ക് പറയുന്നത് ഒരു കാര്യമില്ലാണ്ട്. കൈ വിടറാ. നീ എന്തിനാ അവളുടെ കൈ പിടിക്കണേ? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ നിന്റെ ബെസ്റ്റ് രാവിലെ പോകുമ്പോ ഞാനൊന്നും പറയല്ലോ. ഞാൻ ആരും ബൈക്കിൽ കയറി ഇരിക്കാറില്ല. എന്തൊക്കെ പറഞ്ഞാലും വേണ്ട. നീ എൻ്റെ ലവർ, നീ എൻ്റെ ബെസ്റ്റി. അതായത് ഓക്കെ. ഒറ്റ മിനിറ്റ് പോരാ. എന്താ സാറേ? എന്തിനാണ് പരിപാടി? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വിശൽ അന്വേഷണമൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ. ഉണ്ണിമാഷോട് വിളച്ചെടുക്കല്ല. സത്യം പറ, ഒന്നും നിനക്ക് മറച്ചു നോക്കാൻ പറ്റൂല. രണ്ടും നിന്റെ ലൈനല്ലേ? അതെങ്ങനെയാ സാറേ 2 പേരും ലൈനാവുക? ഇട്ടാളല്ലേ പറ്റും. അത് നീ എന്നെ പഠിപ്പിക്കല്ലേ. ഒരാൾക്ക് ഒരു ലൈനാന്ന് നിനക്കറിയാം. നിന്റെ ലൈൻ ഏതാ? എൻ്റെ വിസ്മയ. നിന്റെ ലൈൻ അല്ലേ? ഏടാ നീ ലക്ഷ്മി ആയിട്ടൊന്നല്ല അധികം കൊഞ്ചിക്കുന്നത് കാണല്. പിന്നെ നിനക്കിപ്പോ ലൈനാത്തുവാ. ലക്ഷ്മിന്റെ ബെസ്റ്റിയാ സാറേ. ബെസ്റ്റി. ബെസ്റ്റി? ആന്നാടെ ബെസ്റ്റി? സാറിനറിയില്ലേ ബെസ്റ്റി? സാറിന് അറിയല്ലേ എന്ന് ചോദിക്കല്ലേ. എനക്കറിയാത്തൊന്നും ഈ ലോകത്തില്ല. പക്ഷെ എന്നാലും നിനക്കറിയോ? നിനക്കറിയണം. എന്താണ് ബെസ്റ്റി? പറ. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന്റെ മുകളിലുള്ള സാധനം കാമുകിക്കോ കാമുകന്റെയോ താഴത്തുള്ള സാധനം, അതാണ് ബെസ്റ്റി. അപ്പൊ അത് ശരി. അപ്പൊ ഇതിൽ നിന്റെ ബെസ്റ്റി? എന്റെ ബെസ്റ്റി ലക്ഷ്മി. അത് ശരി. മറ്റത് ലവ്. ഇതിന്റെ രണ്ടിന്റെ അടിയിൽ ത്രാസ് പോലെ ബെസ്റ്റി. എന്തല്ല ഞാൻ മരത്തിന്റെ അവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇതാണ് നിന്റെ മരം. വാ കിരൺ, ഓ ഞാൻ ഇവന്റെ കൂടെ പോയി വാ. ബൈ. അതാര് ബെസ്റ്റനാ? അല്ല ബെസ്റ്റ് അല്ല, അത് ബെസ്റ്റിയുടെ ലൈൻ. നിന്റെ കാമുകീനെയും കൊണ്ടാണല്ലോ ഓൻ പോയത്. അല്ല അത് സാറിന് തെറ്റിയതാ. അതിന്റെ ബെസ്റ്റിയും ബെസ്റ്റിയുടെ ലൈനാണ് ഇപ്പൊ പോയത്. അത് അപ്പൊ നിന്റെ ലൈൻ ഏതാ? എന്റെ ലൈൻ വിസ്മയ. ചേടോ അപ്പൊ ഓൻ ഇവനെയും കൊണ്ട് അല്ല അല്ല ബെസ്റ്റിയുടെ ലൈനാണ് ഇപ്പൊ കൊണ്ടുപോയത്. അതെ. ഇവളുടെ ബെസ്റ്റ് വേറെ രാഹുൽ. ബെസ്റ്റിയും ലൈനും നീ എന്റെ കൺമുമ്പിൽ കണ്ടുപോരത്ത്. പോടോ ക്ലാസ് പോ. സാർ പോവാ. ബൈ. പോവാ. ബെസ്റ്റി എന്ത് മനോഹരമായ കണ്ടെത്തലുകൾ. ഞാൻ പഠിക്കും. ബെസ്റ്റിയും കാമുകയും ലൈനും ഒന്നുമില്ല. ഒരു പെണ്ണ് മുമ്പിൽ വരുന്ന കയ്യാല കയറി തുള്ളിപ്പോയ ഞാൻ
നിങ്ങൾ നോക്കിക്കൊള്ളില്ല. പോയ സാറേ, ഹാഫ് ഡേ ലീവ് വേണം. മനസ്സിലൊരു സുഖമില്ല സാറേ. ബെസ്റ്റ് ഓഫ് ലക്ക്. ശരി സാർ. അതെവിടെ പറയാൻ പോയത്? മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.